വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു സെറവും ഈ ഒരു ഫേസ് വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര മായാത്ത കറുപ്പാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുള്ള റെമഡി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കണ്ടുകൊണ്ട് കൂടിയാണ് കേട്ടോ. പിന്നെ പറഞ്ഞു തന്ന ആളുടെ ഫേസ് ഇതിൽ കാണിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖത്ത് ഞാൻ സൈഡിലായിട്ട് കാണിച്ചു തരാം. നമ്മളെ ഫേസിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ. അതിനെന്താ പറയുക, കരിമംഗല്യം എന്ന് പറയില്ലേ, കരിഷ്മ എന്ന് പറയാൻ പോകുന്നു. കരിമംഗല്യം എന്ന് പറയുന്ന ആ ഒരു സാധനം, അതായത് നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ കളറിൽ കുറച്ചും കൂടെ ഡാർക്കർ വേർഷനായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും നമുക്ക് കാണുമ്പോൾ അവർക്കും ഉണ്ടാവും ഒരു സങ്കടം, ഇതൊന്ന് മാറിക്കിട്ടി എന്താ ചെയ്യാന്നുള്ളത് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഒരു അബദ്ധത്തിൽ പെടും എന്നുള്ളൊരു പേടിയുള്ളവരുണ്ടാവും. പൊതുവെ ഈ പ്രായമാവുന്നതിനനുസരിച്ചാണ് ഈ മുഖത്ത് പിഗ്മെൻറ്റേഷനും ഈ പറഞ്ഞ എനിക്ക് ജലദോഷമുണ്ടാക്കാം, സോറി, കരിമംഗല്യം എന്ന് പറഞ്ഞ സാധനമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവുന്നല്ലാതെ ഈ ഒരു സംഭവം മാറിക്കൊള്ളുന്നില്ല. നമ്മുടെ ഈ ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമുണ്ട്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളമല്ല, കുറച്ച് തിക്കറായിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു 70 രൂപയാണ്. ആ ഒരു 70 രൂപയ്ക്ക് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്കൊരു സെറം എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതെന്താണ് ഞാൻ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചപ്പോഴാണ് അവർക്കൊരു 75 to 80 അല്ലെങ്കിൽ ഒരു 90%, 100% മുഴുവൻ മാറിയിട്ടില്ലെങ്കിലും നല്ല ഫേസിൽ നിന്ന് ആ പിഗ്മെൻറ്റേഷനൊക്കെ ഫെയ്ഡായിട്ട് നല്ല സ്കിന്ന് നല്ല ബ്രൈറ്ററായിട്ട് നല്ല യങ്ങർ ലുക്കിംഗ് സ്കിന്നായി എന്നാണ് പറഞ്ഞത്. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് അത്രയും മാറ്റം വരുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും, ആ റിസൾട്ട് കാണുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിന് മുന്നേ ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളും കണ്ടിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെറം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു റോസ് വാട്ടറാണ്. ഞാനിവിടെ എടുത്തുള്ള ആപ്സ് ഗുഡ്നസിൻ്റെ റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അങ്ങാടി കടകളിൽ പോയി കഴിഞ്ഞാൽ ഒരു 30 രൂപയ്ക്കൊക്കെ നമുക്ക് റോസ് വാട്ടർ കിട്ടും കേട്ടോ, 100 ml ഒക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം എത്രയാണ് എനിക്ക് വേണ്ടത് അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇത് 70 രൂപയ്ക്ക് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇതും അതേ അളവിലെടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ 1:1 എന്നുള്ള റേഷ്യോയിൽ, അതായത് 2 തുല്യ അളവിലെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ റോസ് വാട്ടർ എടുക്കുന്നത് അതിൻ്റെ പകുതി ഗ്ലിസറിൻ എടുക്കുക. ഒരിക്കലും റോസ് വാട്ടറിൻ്റെ അളവിനേക്കാളും ഗ്ലിസറിൻ്റെ അളവ് കൂടരുത് കേട്ടോ. ഞാനിവിടെ രണ്ടും ഒരേ അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെള്ളത്തിൻ്റെ യാതൊരു അംശവും ഉണ്ടാവരുത്. നല്ല വെയിലത്ത് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള സ്പ്രേ ബോട്ടിലായിരിക്കണം. ഇനി നമ്മളിത് രണ്ടും കൂടെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. അതായത് രണ്ടായിട്ട് ഇരിക്കാതെ രണ്ടും നന്നായിട്ട് മിക്സ് ആവണം. നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്കിനേക്കാളും നല്ലത് ഇതുപോലത്തെ നൈറ്റ് സെറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു പാക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ദിവസം ഇടുമ്പോൾ കിട്ടുന്ന ആ ബ്രൈറ്റ്നസ് നമ്മൾ കണ്ടിന്യൂസ് ഇടുന്ന ആ ഒരു മെസ്സും കാര്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. ഇത് നമ്മളെ ഫേസിൽ നിന്ന് കഴുകി കളയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറത്തിൻ്റെ മേക്കിംഗ് കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഒരുവിധം വീടുകളിലൊക്കെ റോസ് വാട്ടർ ഉണ്ടായിരിക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ 20 രൂപയ്ക്ക് നമുക്കൊരു ബോട്ടിൽ തന്നെ കിട്ടും. നമ്മൾ അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്നതാണ്. പിന്നെ കിട്ടാത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലിസറിനാണ്. ഈ വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞ സാധനം 70 രൂപയുടെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ളത് നിങ്ങൾ വാങ്ങിയാൽ മതി. തുല്യ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ എത്രയാണോ റോസ് വാട്ടർ എടുക്കുന്നത് അതേ അളവിൽ നമ്മളെ ഗ്ലിസറിനും എടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് പിന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറാണ്. മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലൊരു മോയ്സ്ചറൈസർ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സൺസ്ക്രീൻ, അതും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സെറം നൈറ്റിലാണ് ഇടുന്നതെങ്കിൽ കൂടി രാവിലെ നിങ്ങൾ സൺസ്ക്രീൻ ഇടാതെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പോവരുത്. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 100% ക്ലിയർ സ്കിൻ വിത്ത് നോ പിഗ്മെൻറ്റേഷൻ. അത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റർ ആവും, സ്കിൻ ടോൺ വരെ വർദ്ധിക്കും.
അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 2 സാധനങ്ങൾ നിങ്ങളെ കയ്യിൽ വേണം. സോ ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ കണ്ടിട്ട് വരാം. ഇനി അപ്ലിക്കേഷനിലാണ് കുറച്ച് ശ്രദ്ധ വേണ്ടത്. കാരണം നമ്മളെ ഫേസിൽ അത്യാവശ്യം മേക്കപ്പോ അല്ലെങ്കിൽ ഡേർട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഡബിൾ ക്ലെൻസ് ചെയ്യണം. ഞാനിവിടെ പ്ലമ്മിൻ്റെ ഈ മേക്കപ്പ് ക്ലെൻസിങ് ബാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ നമ്മുടെ ബദാമിൻ്റെ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് എണ്ണയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഫേസിൽ കുരു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതേ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് ഡേർട്ട് ഉണ്ടെങ്കിലും നന്നായിട്ട് മാറണം. അതിന് ശേഷം ഇതുപോലത്തെ ഒരു വൈപ്സ് വെച്ചിട്ട് തുടയ്ക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ നേരെ സോപ്പ് ഇട്ടിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പോകത്തില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യട്ടെ. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ pH കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളെ pHൻ്റെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സ്കിന്നിന് അത്ര ആപ്റ്റ് അല്ല. പക്ഷേ ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് പറയുക, ഒരു പ്രശ്നമുള്ളത് ഭയങ്കര ഡ്രൈ ആക്കും. നമ്മളെ ഫേസ് അത്യാവശ്യം ഓയിലി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്താ പറയുക മോയ്സ്ചറൈസർ ഇടണം എന്നുള്ളതാണ് ഈ ഒരു ഫേസ് വാഷിൻ്റെ. പക്ഷേ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വെച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ 1 മിനിറ്റ് നേരം നന്നായിട്ട് ഫേസ് റബ്ബ് ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു സെറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ കയ്യിലെടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 മിനിറ്റോളം നമ്മളെ സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മസാജ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് ഇതിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകണം. അതാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ആവശ്യം. അപ്പോൾ അതായത് ഞാൻ 1 മിനിറ്റ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലുള്ള മസാജിങ് ടെക്നിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ ലീവ് ചെയ്യരുത്. 3ാമത്തെ സ്റ്റെപ്പ് നമ്മളെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കേട്ടോ. അത് അങ്ങനെ ഇട്ട് ലീവ് ചെയ്ത് പോകരുത്. ഡേർട്ടും കാര്യങ്ങളും പ്രത്യേകിച്ച് ഗ്ലിസറിനും കൂടെ നമ്മുടെ പോൾസിലേക്കൊക്കെ ഇത് ഇറങ്ങിയിട്ട് അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഡേർട്ടും കാര്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആയത് എന്തായാലും അപ്ലൈ ചെയ്യണം. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനും പിഗ്മെൻറ്റേഷൻ ഡിം ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സാധനം നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നോർമൽ ടെമ്പറേച്ചർ വെച്ചാൽ തന്നെ കുപ്പിയിൽ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ കേടൊന്നും വരാതെ എത്ര വേണമെങ്കിലും ഇരിക്കും. നെക്സ്റ്റ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ. അപ്പോൾ അപ്ലിക്കേഷൻ കണ്ടല്ലോ. ഇനി മെയിനായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഏത് സ്കിൻ ടൈപ്പ് മുതൽ അല്ലെങ്കിൽ ഏത് സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. മറിച്ച് നിർത്തുവാണെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടല്ലോ, അവർ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് എന്താ പറയുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് കുറച്ച് എടുത്തിട്ട് ഇവിടെ തേച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടും റാഷസോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നോർമൽ സ്കിന്നും ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നോർമൽ ടു ഒരു ഡ്രൈ സ്കിന്നാണ്. ഓയിലി സ്കിന്നിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് യാതൊരു കുഴപ്പം വന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. 1 വീക്ക് തന്നെ നമുക്ക് കറക്റ്റ് റിസൾട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പുകൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങളിത് യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെന്റിലായിരിക്കും. അതേപോലെ തന്നെ ഒരു യങ്ങർ സ്കിൻ ഓൾറെഡി ഉണ്ട് അവർക്ക്. അപ്പോൾ കാര്യമായിട്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കളല്ലാതെ എന്താ പറയുക വേറെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും വരാനുള്ളത് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 15 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ എന്തായാലും 30 എബോ ഉള്ളൊരു അല്ലെങ്കിൽ 25 എബോ ഉള്ളൊരു മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഇല്ലെങ്കിൽ കൂടി നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഈവൻ അണ്ടർ ഐ ഡാർക്ക്നെസ് വരെ നമുക്കിത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നുണ്ട്. ഞാൻ ഇത്രയും ഉറപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞത് എനിക്കും തെളിവുണ്ട്. അതേപോലെ തന്നെ എനിക്കിത് സജസ്റ്റ് ചെയ്ത ആളും 100% എൻ്റെ അടുത്ത് റിസൾട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കാണ് ഒരു 80% നമുക്ക് റിസൾട്ട് കാണുന്നത്. കുഞ്ഞു കുഞ്ഞു പിഗ്മെൻറ്റേഷൻ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് നമ്മൾ ക്ലീൻ ക്യാൻവാസിലാണ് നമ്മളൊരു ചിത്രം വരയ്ക്കേണ്ടത്. അതേപോലെ നമ്മളെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കണം. ഡബിൾ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ 1 മിനിറ്റെങ്കിലും ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ സെറം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അങ്ങനെ ലീവ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതങ്ങ് ലോക്ക് ചെയ്യുക. രാത്രി കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് കാണുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഗ്ലിസറിൻ ആയതുകൊണ്ട് ഫസ്റ്റ് യൂസിൽ നമുക്കൊരു കളർ ഒന്ന് ഫെയ്ഡ് ആവുന്ന പോലെ തോന്നുക. കളർ ഒന്ന്
നമുക്ക് നല്ല സ്കിൻ നല്ല ബ്രൈറ്ററായിട്ട് ഇരിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഡാർക്കർ ഷെയ്ഡ് വരുന്ന പോലെ തോന്നും. നെവർ മൈൻഡ്, അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നെക്സ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ റിസൾട്ട് ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ റിസൾട്ട് എന്നെ വന്ന് അറിയിക്കാം. സോ ട്രൈ ഇറ്റ് ഔട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.